ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 1 കിലോ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉളുമ്പ് മണം വന്നിട്ട് ഞാൻ ഇച്ചിരി മൈദമാവും വിനാഗിരിയൊക്കെ ഒഴിച്ചാണ് കഴുകി വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായുമ്പോൾ നമുക്ക് അതിലേക്ക് ശകലം കടുകിട്ട് കൊടുക്കാം. ഇത് ഞാൻ വയ്ക്കുന്ന ഒരു മീൻ കറിയാണ്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചെറുതായിട്ട്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 പച്ചമുളക് അതൊന്ന് വഴന്ന് വരട്ടെ. അതിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്ന മുളക് പൊടിയും കുറച്ച് മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡർ എരിവുള്ളതും കൂടെ ചേർത്തിരിക്കുന്നതാണ്. കുറച്ച് ഉലുവാപ്പൊടിയും കൂടെയാണ് എടുത്തിരിക്കുന്നത്, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ചിടണം, അല്ലെങ്കിൽ ഈ മുളകൊക്കെ കരിഞ്ഞു പോകും. നമ്മുടെ മുളക് പൊടിയൊക്കെ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെള്ളത്തിട്ട് വെച്ചിരിക്കുന്ന പുളി കൂടെ ഇട്ട് കൊടുക്കാം. അത് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ കറിയുടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ കഷ്ണങ്ങളും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ മുഴുവനായിട്ടിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കിടന്ന് വേകട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചുറ്റിക്കൊടുത്ത് ഉപ്പും ഒക്കെ നോക്കണം. അങ്ങനെ നമ്മുടെ മത്തിക്കറി തിളച്ച് പറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കതിലേക്ക് ഒരു ശകലം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ. താങ്ക് യു.